ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്. നന്നായി ഉറങ്ങിയ ശേഷം നല്ല ഒരു ഉന്മേഷത്തിൽ രാവിലെ എഴുന്നേറ്റ് വരികയാണ്. ചെടികളൊക്കെ പോയി നോക്കി, ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഓക്കെ ആയി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു തവണ തെറ്റിയാൽ എത്രയും വേഗം തന്നെ മൊട്ടുകളിലും ഇലകളിലുമൊക്കെ കുരുടിപ്പും എല്ലാം കണ്ടു തുടങ്ങും. എന്തൊരവസ്ഥയാണല്ലേ നമ്മുടെയൊക്കെ! എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു റോസ് വളർത്തിയെടുക്കുന്നത്. ഫസ്റ്റിലെ വിരിയുന്ന പൂക്കൾക്ക് വലിയ വലിപ്പമോ സൗന്ദര്യമോ ഉണ്ടാകാറില്ല. ഇതൊരു ഫസ്റ്റിലെ വിരിഞ്ഞ പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നൊരു സന്തോഷമുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ മുൻപ് കിഴുക്കുത്തി മുല്ല, അതല്ലെങ്കിൽ മൊസൈക്ക് മുല്ല എന്നൊക്കെ അറിയപ്പെട്ടിരുന്നൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിന് റംഗൂൺ ക്രീപ്പർ എന്നാണ് പേരുള്ളതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മൾട്ടിപെറ്റൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് പലരും എനിക്ക് അയച്ചു തന്നു, നട്ട് പിടിച്ചില്ല. ഇപ്പോൾ ഞാൻ പൊന്നും വില കൊടുത്ത് ഒരു പ്ലാന്റ് വാങ്ങിയത് ഇപ്പോൾ ഒന്ന് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സന്തോഷം. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു ഓൺ റൂട്ടഡ് ക്ലൈംബറിനെ കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ അതേതാണെന്ന് ചോദിച്ചിട്ട് വന്ന മെസ്സേജുകൾക്ക് ഉള്ള മറുപടിയാണിത്. ഇതാണ് നമ്മുടെ ഇത് സിസ്ലി ബർണർ പോലെയുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതല്ല. അതുപോലെ അത്ര തീവ്രമായ ഫ്രാഗ്രൻസ് ഒന്നും ഇതിനില്ല. കുറച്ചൊരു ലൈറ്റായിട്ടുള്ള സ്മെല്ല് മാത്രമാണുള്ളത്. അതുപോലെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വേറെയും പ്ലാന്റ്സ് നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ നാടൻ കോംബോ ഉടൻ വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ പൂ വിരിഞ്ഞോ, അതല്ലെങ്കിൽ വിരിഞ്ഞ പൂവിന് എന്തൊക്കെയാണ് മാറ്റങ്ങളുണ്ടായത് എന്നെല്ലാം ഓർത്ത് അതെല്ലാം സ്വപ്നം കണ്ട് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന നമുക്ക് വേറെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. എല്ലാ സ്വപ്നങ്ങളെയും ഒരു വിത്ത് ബാക്കി കിളിർത്ത് വന്ന ചെടിയെപ്പോലെ ക്ഷമയോടെ പരിപാലിക്കുക. ഒരു ചെടി തൈ വളർന്നു വരുന്ന അതേപോലെ ക്ഷമയോടെ സമയമെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നമുക്ക് പൂവണിയും. എല്ലാവരും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.